പെരിന്തൽമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ ദിവസം കൗൺസിലിൽ വലിയ ഒച്ചപ്പാടുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പച്ചേരി ഫാറൂഖ്. അദ്ദേഹം കഴിഞ്ഞ കൗൺസിലിൽ പ്രതിപക്ഷത്തെ നയിച്ച ആളാണ്. ഒരു കെട്ടിടം അനധികൃതമായി നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവം മുമ്പ് അതിനെതിരെ പരാതി കൊടുത്ത ആള് പിന്നീട് അതൊരു എന്തോ ഒരു കശപിശയിലേക്ക് കടക്കുന്നു. ഇദ്ദേഹത്തിന് എതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാല് ഇദ്ദേഹം ലക്ഷങ്ങൾ ചോദിച്ചു, അത് കൊടുക്കാത്തതിന്റെ ദേഷ്യം എന്ന രീതിയിൽ വരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഈ കുറ്റാരോപിതനായ ഈ വ്യക്തി തന്നെ പറയട്ടെ. പച്ചേരി ഫാറൂഖ്, എന്താണ് താങ്കൾക്കെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുന്നത്? പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇന്നലെ നടന്ന കൗൺസില് ഒരു പ്രത്യേക കൗൺസിൽ വിളിച്ചു, അടിയന്തര കൗൺസിൽ യോഗം വിളിച്ച. അതില് സാധാരണക്കാരായ ആളുകളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട ഒറ്റ അജണ്ട മാത്രമേ. അവിടെ വേറെ ചർച്ചക്ക് പ്രസക്തി ഇല്ല. പക്ഷെ എന്നാലും 30 കൊല്ലം ഭരിച്ച പെരിന്തൽമണ്ണയെ കട്ടുമുടിച്ച് നശിപ്പിച്ച, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇന്നും പരിഹാരം കാണാത്ത ആ CPM-നെ ജനങ്ങള് പിടിച്ച് പുറത്താക്കിയതിന്റെ ഒരു ദേഷ്യം തീർക്കലാണ് ഇപ്പൊ കഴിഞ്ഞ 6 മാസമായിട്ട് നഗരസഭയിൽ നടക്കുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ 10 കൊല്ലം നഗരസഭയിലോ അല്ലെങ്കിൽ 30 കൊല്ലം നഗരസഭയിൽ CPM-ന്റെ ഒരു സമരം അവിടെ കണ്ടിട്ടില്ല. ഒരു സമരം കണ്ടിട്ടില്ല. ഈ 10 കൊല്ലം കേരളത്തില് എവിടെയും സമരം കണ്ടിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ സമരങ്ങൾ തുടങ്ങി. DYFIന്റെ നേരില്, SFIന്റെ നേതൃത്വത്തില്, മഹിളകളുടെ നേതൃത്വത്തില് ഒക്കെ, CPM-ന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി സമരം നടന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇടതുപക്ഷത്തിന്റെ സമരം, 30 കൊല്ലം കാണാത്ത സമരം കഴിഞ്ഞ ആഴ്ച നഗരസഭക്ക് മുമ്പിൽ LDF-ന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു. അപ്പൊ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ജനങ്ങൾ പണ്ടത്തെ പോലെ വിഡ്ഢികളല്ല എന്നുള്ളത് ഇവര് തിരിച്ചറിഞ്ഞിട്ടില്ല. ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിനെ ചങ്കിൽ പിടിച്ചുകൊണ്ട് പുറത്താക്കിയത്. അതേപോലെ തന്നെ കേരളത്തിലെ 10 കൊല്ലത്തെ CPM-ന്റെ ഭരണം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവരെ പിടിച്ചുങ്ങാണ്ട് 199 സീറ്റിൽ നിന്ന് 33 സീറ്റിലേക്ക് ജനങ്ങൾ എത്തിച്ചത്. ബംഗാളിലെ CPM-ന്റെ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഇപ്പോഴും CPM തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. BJP വളർന്നുകൊണ്ടിരിക്കുന്നു. CPM കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലാണ് കുറച്ചെങ്കിലും ഉള്ളത്, അത് കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ഒരു സമരം, ഒരു പ്രഹസനമായ സമരം എന്താണ് മിനിഞ്ഞാന്ന് അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വലിയങ്ങാടി അൽഷിഫയുടെ ഇപ്പുറത്ത് ഒരു പൊതു കിണറുണ്ട്, നഗരസഭയുടെ ഒരു കിണറുണ്ട്. ആ കിണറിന് തൊട്ട് അനധികൃതമായിട്ട് ഒരു ഓടിട്ട വീട്, ഒരു 10-50 കൊല്ലം പഴക്കമുള്ള ചെറിയൊരു ഓടിട്ട വീട്, ഒരു 600-700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, അതിന്റെ റൂഫ് ചേഞ്ചിങ്ങിന് പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്ന് പെർമിഷൻ എടുത്തു. റൂഫ് ചേഞ്ചിങ്ങിനാണ് നഗരസഭ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. റൂഫ് ചേഞ്ചിങ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പച്ചയിൽ പറഞ്ഞ എല്ലാവർക്കും അറിയാം. ഓട് മാറ്റി അവിടെ ഷീറ്റ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്ലാനും വച്ചു. അതിന്റെ പ്ലാനിന്റെ ഒക്കെ കോപ്പി, പെർമിഷന്റെ കോപ്പി ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓരോ സമയത്ത് ഞാൻ അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, ഒക്കെ രേഖ എന്റെ കയ്യിലുണ്ട്. അത് അതിന്റെ തൊട്ട് ഉള്ളത്, ആ ബിൽഡിങ് ചാരിയിട്ടുള്ളത് എന്റെ സഹോദരന്റെ ഒരു മില്ലാണ്. പാരമ്പര്യമായിട്ട് നടക്കുന്ന ഒരു മില്ലാണ്. ആ മില്ലിന് ഒരു 4 മാസം മുമ്പ് നടന്ന വലിയൊരു മഴയും കാറ്റും അടിച്ചിട്ട് ഈ തൊട്ട ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ കാറ്റിൽ പാറി വന്ന് ഈ ഓടിട്ട മില്ലിന്റെ മുകളിൽ വീണ് ആ ഒരു 10-50 ഓടുകൾ പൊട്ടിയിരുന്നു. എന്റെ സഹോദരൻ ആ സമയത്ത് എന്നെ വിളിച്ചു. ആ സമയത്ത് ഞങ്ങളൊരു സ്ഥലത്ത് പോയി വരുന്നു. ഞാനും ഭാര്യയും വേറെ സ്ഥലത്ത് പോയി വരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മില്ല് സന്ദർശിച്ചു. ആ മില്ലിന്റെ കംപ്ലൈന്റുകൾ തീർക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ആ മില്ലിന്റെ പുറത്തിറങ്ങിയപ്പോ ആ പരിസരത്ത് താമസിക്കുന്ന ആളുകള് ചെയർമാൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വേഗം വരികയും അവര് ചെയർമാനോട് പരാതി പറയാം, ചെയർപേഴ്സണോട് പരാതി പറയാം. ചെയർപേഴ്സണോട് കൃത്യമായിട്ട് പറയുന്നു, ഇത് അനധികൃതമായിട്ട് ഉണ്ടാക്കിയ കെട്ടിടമാണ്. ഇത് ഞങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ യാത്ര ചെയ്യേണ്ട, ഈ റോഡ് വീതി കൂടുമ്പോൾ യാത്ര ചെയ്യേണ്ട ഒരു സൗകര്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പ്രദേശവാസികൾ നഗരസഭയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്, രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. കൗൺസിലർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കൗൺസിലർ അതിൽ ഇടപെട്ട് തീർക്കാം എന്ന് പറയാല്ലാതെ അത് പരിഹാരം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, കൗൺസിലർ സാമ്പത്തികമായി ഈ ബിൽഡിംഗ് ഓണറിന് കാശ് വാങ്ങാണ്ട് അവരെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നത് ഞാനല്ല, പച്ചേരി ഫാറൂഖോ പച്ചേരി സുരയ്യ അല്ല പറയുന്നത്. പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് പച്ചയിൽ പറയുന്നത്. ഈ
മൻസൂർ എന്ന് പറയുന്ന ആളുകൾ കാശ് വാങ്ങിയിട്ടാണ് ആ ബിൽഡിങ്ങിന് പിന്നെ മൗന സമ്മതം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് വരുന്ന ഭരണസമിതി ഞങ്ങളുടെയാവും, അതിന് കെട്ടിട നമ്പർ ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് പിന്നെ അനുമതി കൊടുത്തിട്ടുള്ളത്, പിന്നെ മൗന സമ്മതം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നത് പ്രദേശവാസികളാണ്. അങ്ങനെ ഞങ്ങളുടെ ചെയർപേഴ്സണോടും പരാതി പറഞ്ഞു. ആ ചെയർപേഴ്സൺ പിന്നെ റിട്ടേൺ പരാതി കൂട്ടത്തിൽ ഞാനും ഒരു പരാതി കൊടുത്തു. ജനങ്ങളുടെ ഒരു വിഷയമാണല്ലോ, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആള് എന്നത്. ആ പരാതിയുടെ മുകളിൽ അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കി ഒരു മാസം മുമ്പ് നഗരസഭാ സെക്രട്ടറി പൊളിച്ചു നീക്കം ചെയ്യാൻ, ബിൽഡിംഗ് അനധികൃതമായ കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അവര് എന്നെ വിളിച്ചു കണ്ട്, ആ നോട്ടീസ് കിട്ടിയ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള തെറികൾ പറഞ്ഞു. എന്നെ വെല്ലുവിളിച്ചു, വെല്ലങ്ങാടി കൂടി നടക്കൂല, 2 കാലുമേ കയ്യും കാലും തച്ചൊടിക്കും എന്ന് പറഞ്ഞു. ഇത് ആടാണെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ എന്നോട് പച്ച പിന്നെ ഭാഷയിൽ ഫോണിൽ കൂടി വിളിച്ചു കാണും. അപ്പൊ അപ്പോൾ തന്നെ ഞാൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. വെല്ലങ്ങാടിയിൽ ഞാൻ ജനിച്ചതും വെല്ലങ്ങാടി ജീവിച്ചതും വെല്ലങ്ങാടി മണ്ണിൽ തന്നെയാണ്. ഈ എവിടെ ഉള്ളത്, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വെല്ലുവിളിച്ച് പിന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ മൂപ്പര് കട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് സ്റ്റേ കിട്ടുന്നതാണ് പ്രതീക്ഷ. സ്റ്റേ കിട്ടിയില്ല. നേരെ ഹൈക്കോടതി പിന്നെ ഡയറക്ഷൻ കൊടുത്തു, മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഹിയറിങ്ങിന് വിളിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് കോടതി സമർപ്പിക്കാൻ വേണ്ടി, ഹിയറിങ്ങിന് വെക്കാൻ വേണ്ടി കോടതി ഡയറക്ഷൻ കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് മിഞ്ഞാന്ന് പിന്നെ ഹിയറിങ്ങിന് വിളിച്ചു. പരാതിക്കാരനായ എന്നെയും അദ്ദേഹത്തെയും വിളിച്ചു, ഹിയറിങ്ങിന് വിളിച്ചു. ഹിയറിങ്ങിന് വിളിച്ചു പിന്നെ സമയത്ത് പിന്നെ അദ്ദേഹം മൊഴി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കയറിങ്ങാണ് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് പച്ച നുണയാണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്ക് ഇവിടെ രേഖയാണ്. മുനിസിപ്പൽ സെക്രട്ടറി പിന്നെ ME പ്രദേശവാസികളെത്തും പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അപ്പൊ അദ്ദേഹം പറയുന്നത് പച്ച നുണയാണ്. അതിൽ എന്റെ നേരക്ക് കസാലെടുത്ത് എന്നെ അടിക്കാൻ വന്നു. ഭാര്യനെ തെറി പറഞ്ഞു കാണും. എന്റെ പിതാവിനെ, മരിച്ചുപോയ പിതാവിനടക്കം എന്റെ വാപ്പ വിചാരിച്ചാല് നടക്കൂല, എന്നിട്ടല്ല ഇപ്പൊ നിജി വിചാരിച്ചാൽ നടക്കുക എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് എന്നെ കസാലെടുത്ത് അടിക്കാൻ വന്നു. അപ്പൊ ആ സമയത്ത് ഉണ്ടായ ചെറിയ പിന്നെ വിഷയങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഉണ്ടായിട്ടുണ്ട്, നമ്മളത് മറച്ചു വെക്കൊന്നുമില്ല. അതിന് കാരണക്കാരനായ ആള് അദ്ദേഹമാണ്. എന്നെ കസാലെടുത്ത് അടിക്കാൻ വന്നപ്പോ സ്വാഭാവികമായിട്ടും എന്റെ ശരീരം സംരക്ഷിക്കേണ്ടത് ചുമതല എനിക്കുണ്ട് എന്നുള്ള നിലക്ക് എന്റെ ശരീരം സംരക്ഷിക്കാനുള്ള പണി ഞാനും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് മറച്ചു വെക്കുന്നൊന്നുമില്ല. താങ്കള് അദ്ദേഹത്തിൽ നിന്നും പണം വാങ്ങി എന്ന രീതിയിലാണ് ഭയങ്കര ആരോപണങ്ങളൊക്കെ നടക്കുന്നത്. അതെന്താ അങ്ങനെ? ആരെങ്കിലും താങ്കളെ ഇതിന്റെ പിന്നിൽ വേറെ രീതിയിൽ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം നാട്ടുകാരിൽ ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ പിന്നെ ഞാൻ അദ്ദേഹം കൊടുത്ത ഒരു മൊഴി ഇന്നലെ രാത്രിയാണ് ഞാൻ കാണുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇതെല്ലാം അദ്ദേഹം സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, വാർഡ് കൗൺസിലർ നെച്ചിയിൽ മൻസൂർ കൗൺസിൽ കഴിഞ്ഞ് പിന്നെ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ ഞാൻ 3 ലക്ഷം ഉറുപ്പിക വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇദ്ദേഹം 3 ലക്ഷം ഞാൻ ചോദിച്ചു, 2 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 1 ലക്ഷം കൊടുക്കാത്ത ദേഷ്യമാണ് ഫാറൂഖ് ഇത് തീർക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2 ആളെയും വെല്ലുവിളിക്കുകയാണ്. ആ വാർഡ് കൗൺസിലർ എനിക്കെതിരെ 3 ലക്ഷം ആരോപണം ഉന്നയിച്ചു, സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ 45 കൊല്ലത്തെ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിച്ച പാരമ്പര്യവും ജനങ്ങളിലുള്ള വിശ്വാസവും എനിക്കറിയാം. പെരിന്തൽമണ്ണയിൽ 4 ടൈം കൗൺസിലറായ ആളാണ്, 2 ടൈം പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായ ആളാണ്. പെരിന്തൽമണ്ണ പൊതുസമൂഹത്തിന് പിന്നെ എന്നെ കുറിച്ച് കൃത്യമായി, എന്റെ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് അറിയാം. ഞാൻ 3 സ്ഥാപനം നടത്തിയുന്ന ആളാണ്. അതേപോലെ തന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പിന്നെ പ്രയാസം കൊണ്ട്, സാമ്പത്തിക പ്രയാസം കൊണ്ട് വിറ്റൊഴിവാക്കിയ ഒരാളാണ്. അത്രക്കും രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയം കൊണ്ട് വരുത്തി വെച്ച ഒരാളാണ്. ഈ എന്റെ പൊതുസമൂഹത്തിലെ പിന്നെ പ്രവർത്തന രംഗത്ത് ഇന്ന് വരെ ഒരു സാമ്പത്തിക ക്രമക്കേട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വെല്ലുവിളിക്കാണ്, ഈ 2 ആളെയും വെല്ലുവിളിക്കാണ്. ഞാൻ അവരടുത്ത് സാമ്പത്തികമായിട്ട് 3 ലക്ഷം ചോദിച്ചു എന്ന് പറയുന്നു ഈ കെട്ടിട ഉടമ. അതേപോലെ തന്നെ 3 ലക്ഷം ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന മൻസൂറിന്. ഈ 2 ആളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു രൂപ പോലും ഞാൻ അവരടുത്ത് വാങ്ങി എന്ന് തെളിയിപ്പിക്കുകയാണ്. അവരടുത്ത് വാങ്ങി എന്ന് അവരടുത്ത് എന്ന് മാത്രമല്ല,
ഈ 45 കൊല്ലത്തെ എന്റെ പ്രവർത്തനത്തിന്റെ ആരെങ്കിലും ഞാൻ അനധികൃതമായിട്ട് ഒരു രൂപ വാങ്ങി എന്ന് തെളിയിപ്പിക്കുന്ന പക്ഷം, പ്രത്യേകിച്ച് ഈ ആരോപണം ഉന്നയിച്ച നച്ചീർ മൻസൂറും ഈ ബിൽഡിംഗ് ഓണറിൽ നിന്നും പൈസ വാങ്ങി എന്ന് തെളിയിപ്പിക്കുകയാണെങ്കിൽ ആ സമയം ഞാൻ ഈ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ എന്റെ സാധനങ്ങളൊക്കെ രാജിവെച്ച് മാറി നിൽക്കാൻ തയ്യാറാണ്. അതെനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അത് തെളിയിപ്പിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിച്ച ആളുകൾക്കാണ്. അത് ആരോപണം തെളിയിപ്പിക്കാൻ കഴിയിട്ടില്ലെങ്കിൽ ഈ നച്ചീർ മൻസൂർ ആ വാർഡിലെ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചോദിക്കാം, വെല്ലുവിളിക്കാം. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇത് ആരെങ്കിലുമൊക്കെ താങ്കളുടെ ഈ പൊതുപ്രവർത്തന രംഗത്ത് താങ്കളെ ഒന്ന് ഇനി എവിടെയെങ്കിലും ഒരു സൈഡിലാക്കാൻ വിചാരിച്ച് ആരെങ്കിലും പിന്നിൽ കളിക്കുന്നുണ്ടോ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത് അതിന്റെ ഒരു ഭാഗമാണല്ലോ, എന്താ സംശയമുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ സ്ട്രൈറ്റ് ആണ്. ഞാൻ ഇരിക്കുന്ന സ്ഥാനങ്ങൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് പോകുന്ന ഒരാളാണ്. അത് ഏത് കമ്മിറ്റിയിലും തെറ്റ് കണ്ടാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. അത് മുഖം നോക്കാതെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. അത് കൗൺസിൽ ആയിക്കോട്ടെ, പാർട്ടി വേദികളുടെ ആയിക്കോട്ടെ, അത് കാതർലി ക്ലബിന്റെ ആയിക്കോട്ടെ, ഞാനുള്ള കമ്മിറ്റികളിൽ എനിക്ക് ശരി എന്ന് തോന്നുന്നത് കൃത്യമായിട്ട് മുഖം നോക്കാതെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്, മിത്രങ്ങൾ കമ്മിയാണ്, ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അതിന്റെ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന്. എന്റെ സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ എന്റെ പാർട്ടിയുടെ എന്റെ കൂടെ തോളിൽ ഇരുന്നുകാണ്ട് എന്നെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ 2 പേര് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വരാൻ പോകുന്ന കാലത്ത് ഞാൻ അത് പരസ്യമായിട്ട് പറയേണ്ട വേദികളിൽ പറയും എന്ന് തന്നെയാണ്. അത് ആരൊക്കെയാണ് എന്നുള്ളതും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കളിക്കുന്നത് എന്നും എന്നെ നശിപ്പിക്കാൻ എന്തൊക്കെയാണ് മാർഗം ഉള്ളത്, ആ മാർഗം കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയാച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വരെക്കാട്ടിലും വലിയ ആളുകൾ എന്നെ തകർക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല എന്നുള്ളത് അത് വലിയ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം എനിക്കുണ്ട് എന്നുള്ളത് തന്നെ. അപ്പൊ ഇവരെക്കാട്ടിലും വലിയ ആളുകൾ തകർക്കാൻ നടന്നിട്ട് തകരാത്ത ഒരാളാണ് ഞാനുള്ളത്. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ എന്റെ പ്രവർത്തനം സത്യസന്ധമാണ്, സുതാര്യമാണ്, സ്ട്രൈറ്റ് ആണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഒരു കാര്യത്തിനും ഉണ്ടായിട്ടില്ല. അത് ഈ ബിൽഡിങ്ങിന്റെ കാര്യത്തിന് എന്റെ അടുത്ത് എത്ര ആളുകൾ വന്നിട്ട്, CPM-ന്റെ ആളുകൾ കോംപ്രമൈസിന് വന്നിട്ടുണ്ട്, ലീഗിന്റെ ആളുകൾ കോംപ്രമൈസിന് വന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് വഴങ്ങാത്തത്? അത് ആ പ്രദേശവാസികളുടെ ഒരു വിഷയമാണ്, പൊതുവിഷയമാണ്. ആ പൊതുസമൂഹത്തിന്റെ കൂടെ, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് പൊളിച്ചു നീക്കം ചെയ്യുന്നത് വരെ അതിന്റെ എല്ലാ രേഖവും എന്റെ കയ്യിലുണ്ട്. ഒരു കാലത്തും അതിന് നമ്പർ ഇടാൻ നഗരസഭ അല്ല, ഇനി CPM അല്ല, ആര് വിചാരിച്ചാലും നടക്കാത്ത രീതിയിലേക്ക് അതിന്റെ നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള പോരാട്ടത്തിന് ഞാൻ അതിന്റെ മുന്നിൽ ഏതറ്റം വരെ ഞാൻ പോകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഏതായാലും പച്ചേരി ഫാറൂഖ് അദ്ദേഹത്തിന്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നത് പച്ചേരി ഫാറൂഖാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ നഗരസഭയുടെ അധ്യക്ഷ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതും അദ്ദേഹം തന്നെയാണ്. ഏതായാലും ബാക്കിയൊക്കെ ഇനി വരുന്നത് വരെ ഇനി അടുത്ത ഘട്ടത്തിൽ എന്താവുമെന്ന് നോക്കാം, അല്ലെ? ജബ്ബാർ വേണാട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.